ബജറ്റിൽ വർദ്ധിപ്പിച്ച ഗാലനേജ് ഫീസ് പിൻവലിച്ചില്ലെങ്കിൽ ബെവ്കോ കടുത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് ബെവ്കോ എംഡിയുടെ കത്ത്. എക്സൈസ് മന്ത്രിക്കാണ് ബെവ്കോ കത്ത് നൽകിയത്. 300 കോടിയുടെ അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് ഗാലനേജ് ബജറ്റിൽ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത്. കൂട്ടിയ ഫീസ് കുറച്ചില്ലെങ്കിൽ ബെവ്കോയ്ക്ക് പിടിച്ചു നിൽക്കാൻ വീണ്ടും സംസ്ഥാനത്ത് മദ്യവില ഉയർത്തേണ്ടി വരും. വെയർ ഹൌസുകളിലും നിന്നും ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യം മാറ്റുമ്പോൾ ബെവ്കോ സർക്കാരിന് നൽകേണ്ട നികുതിയാണ് ഗാലനേജ് ഫീസ്. നിലവിൽ ലിറ്ററിന് 5 പൈസയാണ് നൽകിയിരിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷം മുതൽ അത് 10 രൂപയായി ഉയരും. 300 കോടിയുടെ നഷ്ടം ഇതുവഴി ബെവ്കോയ്ക്ക് ഉണ്ടാകുമെന്നാണ് MD യോഗേഷ് ഗുപ്ത സർക്കാരിനെ അറിയിച്ചത്. പല ഔട്ട്ലെറ്റുകളും അടയ്ക്കേണ്ടി വരികയും ജനപ്രിയ ബ്രാൻഡുകൾ ഷോപ്പുകളിൽ എത്താതിരിക്കുകയും ചെയ്തപ്പോൾ ബെവ്കോ നേരത്തെ ഒരു ഘട്ടത്തിൽ നഷ്ടത്തിലേക്ക് പോയിരുന്നു. 3 സാമ്പത്തിക വർഷം നഷ്ടത്തിലായിരുന്ന ബെവ്കോ 2022-23 സാമ്പത്തിക വർഷമാണ് ലാഭത്തിലേക്ക് എത്തിയത്. 124 കോടി രൂപയായിരുന്നു ബെവ്കോയുടെ ആ സാമ്പത്തിക വർഷത്തെ ലാഭം. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത് 269 കോടി ലാഭമാണ്. ഒരു സാമ്പത്തിക വർഷം 1.25 കോടി രൂപയാണ് ഗാലനേജ് ഫീസായി ബെവ്കോ നൽകുന്നത്. ഈ സ്ഥാനത്ത് പുതിയ നിരക്ക് വരുന്നതോടെ 300 കോടിയുടെ നഷ്ടമുണ്ടാകും. കോർപ്പറേഷൻ കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് ബെവ്കോ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ബെവ്കോയ്ക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്നാണ് ശമ്പളവും പ്രവർത്തനവും ചെലവുമെല്ലാം കടന്നുപോകുന്നത്. ലാഭം കുറഞ്ഞാൽ ശമ്പളത്തെയും ആനുകൂല്യത്തെയും വരെ ബാധിക്കും. പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനിയും മദ്യവില കൂട്ടേണ്ടി വരും. മദ്യവില ഉയർന്നാലും വിൽപ്പന കുറയാനാണ് സാധ്യത. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 2 പ്രാവശ്യം മദ്യവില ഉയർന്നപ്പോൾ വിൽപ്പന സാരമായി ബാധിച്ചിരുന്നു. വേണ്ടത്ര ആലോചനയില്ലാതെയാണ് ഫീസ് കൂട്ടിയതെന്ന പരാതി എക്സൈസ് വകുപ്പിനുമുണ്ട്. സർക്കാർ പ്രതിവിധി കണ്ടെത്തിയില്ലെങ്കിൽ ലാഭത്തിനുള്ള മറ്റൊരു കോർപ്പറേഷൻ കൂടി നഷ്ടത്തിലേക്ക് പോകും. അതേസമയം IT വ്യവസായ പാർക്കുകളിൽ മദ്യശാലകൾ വൈകാതെ തുറക്കും. ഇതിനുള്ള ചട്ടഭേദികൾക്ക് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജനത്തോടെ അംഗീകാരം നൽകി. സർക്കാരിന്റെ പരിശോധനയ്ക്ക് ശേഷം ഇത് ഉത്തരവായി ഇറങ്ങും. IT പാർക്കുകളിൽ മദ്യവിൽപ്പനയ്ക്ക് അനുമതി നൽകാൻ കഴിഞ്ഞ സർക്കാരാണ് തീരുമാനമെടുത്തത്. പിന്നീട് ലൈസൻസ് പരിധിയിൽ വ്യവസായ പാർക്കുകളെ കൂടി ഉൾപ്പെടുത്തി. ക്ലബ്ബുകൾക്കുള്ള ലൈസൻസ് ആവും ഇവിടെയും നൽകുക. ഫീസ് 20 ലക്ഷം. ബിയറും വൈനും വിദേശമദ്യവും വിളമ്പാം. വിദേശമദ്യം ചില്ലറ വിൽപ്പനശാലകൾക്കും ബാറുകൾക്കും നിശ്ചയിച്ചിട്ടുള്ള ദൂരപരിധി ഇവയ്ക്ക് ബാധകമല്ല. സംസ്ഥാനത്തെ ക്രിസ്മസ് പുതുവത്സര മദ്യവിൽപ്പനയിൽ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും റെക്കോർഡ് നേട്ടമാണ് കൈവരിച്ചിരുന്നത്. ഈ വർഷം ആകെ വിറ്റത് 543 കോടി രൂപയുടെ മദ്യവും ന്യൂ ഇയറിനെന്ന് മാത്രം വിറ്റത് 94.5 കോടി രൂപയുടെ മദ്യമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പുതുവത്സരത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം പവർ ഹൌസ് റോഡ് ഔട്ട്ലെറ്റിലാണ്. ഇവിടെ മാത്രം 1 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നു. എറണാകുളം രവിപുരം ഔട്ട്ലെറ്റ് തൊട്ട് പിന്നിൽ ഉണ്ടായിരുന്നു. ഇവിടെ 77 ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നു. ഇരിങ്ങാലക്കുട 76 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പന നടന്നു. കൊല്ലം ആശ്രാമം ഔട്ട്ലെറ്റിൽ 73 ലക്ഷം, പയ്യന്നൂർ 71 ലക്ഷം എന്നിങ്ങനെയാണ് വിൽപ്പന. ഇത് കേവലം ബെവ്കോ വഴി മാത്രം വിട്ട മദ്യത്തിന്റെ കണക്കുകളാണ്. ബാറുകൾ ഉൾപ്പെടെ മലയാളികൾ ആശ്രയിക്കുന്നുണ്ടെന്ന് മറക്കരുത്. ആഘോഷവേളകളിൽ വൻതുകയ്ക്ക് മദ്യം കഴിക്കുന്ന മലയാളികളുടെ ശീലത്തിന് ഇക്കുറിയും മാറ്റം വന്നിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതേ സീസണിൽ കഴിഞ്ഞ വർഷം നടന്നത് 516.26 കോടിയുടെ മദ്യവിൽപ്പനയായിരുന്നു. നേരത്തെ ഇക്കുറിയും ക്രിസ്മസിന് റെക്കോർഡ് മദ്യവിൽപ്പന നടന്നിരുന്നു. 3 ദിവസം കൊണ്ട് ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി 154.77 കോടി രൂപയുടെ മദ്യമായിരുന്നു വിറ്റഴിച്ചത്. ക്രിസ്മസ് തലേന്ന് മാത്രം 70.73 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്ന് 69.55 കോടി രൂപയുടെ മദ്യവിൽപ്പനയായിരുന്നു നടന്നത്. ഈ വർഷം ഡിസംബർ 22, 23 തീയതികളിൽ 84.04 കോടി രൂപയുടെ മദ്യവും വിറ്റഴിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 75.41 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.